അടിസ്ഥാന സൗകര്യമായ പ്രധാനമന്ത്രി ആവാസ് യോജന നമ്മുടെ ലോകാരാധ്യനായ നരേന്ദ്ര ദാമോദർദാസ് മോദിജി 2022 എല്ലാ വ്യക്തികൾക്കും തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതി കൊണ്ടുവന്നതിനെ അട്ടിമറിച്ച് പല ലൈഫ് പദ്ധതികളിലാക്കി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പല ഫ്ലാറ്റുകൾ പുതുക്കി പണിഞ്ഞുകൊണ്ട് അവരെ തന്നെ റീ ഓക്കുപ്പൈ ചെയ്തുകൊണ്ട് ഒരുപാട് പേരുടെ കണക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കണമെന്നാണ് ഈ ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥരോട് എനിക്ക് ആവശ്യപ്പെടേണ്ടിയുള്ളത്. എന്തായിരുന്നു ഇതുവരെ ചെയ്തത്? ഇപ്പോ ഇവിടെ പറയുന്നത് കേട്ടുകൊണ്ട് ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ ഭാരതം ഒരു ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ പങ്ക് എന്തുകൊണ്ട് തന്നില്ല? ഇവിടെ എല്ലാ പദ്ധതികളും നഗരസഭയുടെ പദ്ധതികൾ മേയറിനെ ഉൾപ്പെടുത്താതെ ഇവിടുത്തെ MLA ചെയ്യുന്ന ഒരു തിരുവനന്തപുരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മേയറിന്റെ ഇവിടുത്തെ വോട്ട് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല വാർഡുകളിലും പല പദ്ധതികൾ ആവിഷ്കരിച്ച് അവിടെ സ്വതന്ത്രമായി MLA നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ വെക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവിടെ നരേന്ദ്രമോദിജി ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി തരുന്ന ഈ ആവാസ് യോജന പദ്ധതി അവരുടെ ഒരു സിമ്പൽ വെച്ചുകൂടാ? അത് നമ്മുടെ ഈ 101 പേരും നമ്മുടെയൊക്കെ മുന്നിൽ മേയറുടെ മുന്നിലും നമ്മുടെയൊക്കെ മുന്നിലും എല്ലാ ദിവസവും കയറി ഇറങ്ങുന്നതിൽ 90% പേരും വീടിന് വേണ്ടി വരുന്നവരാണ്. അപ്പോ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ നിങ്ങൾ അത് സൈൻ ചെയ്യാത്തത് കാരണം പ്രധാനമന്ത്രി ഭവന യോജന എന്നാക്കി ഞങ്ങൾ കൊടുക്കും. മാറ്റാത്തത് മാറ്റും ഞങ്ങൾ. അതിനുവേണ്ടി എന്ത് പ്രയത്നവും ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്.